നമസ്കാരം. ഇന്ന് അശോകപ്പൂവിനെ കുറിച്ചാണ് പറയുന്നത്. ശോകമകറ്റുന്ന പൂവ് എന്നാണ് അശോകം അറിയപ്പെടുന്നത്. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. രോഗം അതെന്തായാലും നമുക്ക് ശോകമുണ്ടാക്കും. ആ ദുഃഖത്തെ അകറ്റി നിർത്താനുള്ള കഴിവുള്ളതിനുകൊണ്ടാണ് അശോകപ്പൂവിനെ ശോകമകറ്റുന്ന പൂവ് എന്ന് പറയുന്നത്. 5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷമാണിത്. പുരാണങ്ങളിൽ രാവണൻ ലങ്കയിൽ സീതാദേവിയെ പാർപ്പിച്ചത് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ്. സറാക്ക അശോക എന്നതാണ് ഇതിൻ്റെ രാസനാമം. സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന ശമിക്കാനും ഗർഭപാത്രത്തെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും, ആന്തരിക അവയവങ്ങളിലെ വീക്കം, അർശസ്, ത്വക്ക് രോഗങ്ങൾ, പിത്തം, രക്തദോഷം, വ്രണം, അതിസാരം എന്നീ രോഗങ്ങൾ ശമിക്കുന്നതിന് ഇതൊരു ഔഷധമായി ഉപയോഗിക്കുന്നു. സ്ത്രീകളിൽ കാണുന്ന വെള്ളപ്പോക്കിന് ഈ അശോകപ്പൂവ് കുറുക്കി കഴിക്കാവുന്നതാണ്. കൂടാതെ കുട്ടികളിൽ കാണുന്ന കരപ്പൻ, ചൊറി, ചിരങ്ങ് എന്നിവയ്ക്കും ഇതൊരു ഔഷധമാണ്. മുതിർന്നവരുടെ ത്വക്കിൽ ഉണ്ടാകുന്ന ചെറിയ പാടുകൾക്കും ഈ അശോകപ്പൂവ് എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട്. അശോകപ്പൂവും മഞ്ഞളും സമം ചേർത്ത് എണ്ണ കാച്ചിയാണ് ഉപയോഗിക്കേണ്ടത്. കുളിക്കുന്നതിനും അരമണിക്കൂർ മുൻപ് ഈ എണ്ണ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം കുളിക്കാനായി. ഒരാഴ്ച തുടർച്ചയായി ചെയ്താൽ തന്നെ ആ മാറ്റം നമുക്കറിയാവുന്നതാണ്.